Hello viewers, it's me Venkatesh R. Welcoming you once again to my channel Venkies. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബ്ലൈൻഡ് സ്പോട്ടിനെ കുറിച്ചാണ്. ഡ്രൈവിംഗ് ടൈമിൽ നമ്മുടെ കാറിൽ ഡ്രൈവേഴ്സ് സഫർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ബ്ലൈൻഡ് സ്പോട്ട് എന്നതാണ്. വാഹനങ്ങൾ എത്ര കൂടിയ വാഹനങ്ങളായാലും, അത് ബെൻസ് ആവട്ടെ, EV ആവട്ടെ, എന്ത് തന്നെ വേണമെങ്കിലും ആയിക്കോട്ടെ, എല്ലാ കാറുകളിലും ബ്ലൈൻഡ് സ്പോട്ടുകളുണ്ട്. നിങ്ങൾ അറിയാത്തൊരു കാര്യമുണ്ട്, കാറുകളിലെ 4 പില്ലറുകൾ, ABCD പില്ലർ. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണാൻ സാധിക്കും എന്തുവാണ് ആ പില്ലർ, ഏതാണ് അവിടെ ആ പില്ലർ എന്നുള്ളത്. ഈ 4 പില്ലറുകൾ ബ്ലൈൻഡ് സ്പോട്ടുകളാണ്. ഈ ബ്ലൈൻഡ് സ്പോട്ട് ഏരിയയിൽ വരുന്ന ഏതൊരു വസ്തുവും, അത് ജീവനുള്ളതാവട്ടെ ജീവനില്ലാത്തതാവട്ടെ, ഇനി ചലിക്കുന്നതാവട്ടെ ചലിക്കാത്തതാവട്ടെ, നമുക്ക് അല്ലെങ്കിൽ ആ ഡ്രൈവ് ചെയ്യുന്ന വ്യക്തിക്ക് കാണാൻ സാധിക്കില്ല. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള പല കാറുകളിലും ഈ ബ്ലൈൻഡ് സ്പോട്ടിനെ ഓവർകം ചെയ്യുന്ന തരത്തിലുള്ള ബ്ലൈൻഡ് സ്പോട്ട് മാനുവറിങ് ഡിവൈസസ് ഘടിപ്പിച്ചിട്ടുണ്ട്. അത് ഓഡിയോ വിഷ്വൽ സിഗ്നൽസ് ഉണ്ട്. അതേപോലെ അതായത് ബ്ലൈൻഡ് സ്പോട്ടിൻ്റെ ഏരിയയിൽ ഏതെങ്കിലും ഒരു വസ്തുവോ ചലിക്കുന്നതോ ചലിക്കാത്തതോ ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയ ഒരു വസ്തു വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓഡിറ്ററി സിഗ്നൽസ് ഡ്രൈവർക്ക് നൽകി, ഇങ്ങനെ നിങ്ങളുടെ ബ്ലൈൻഡ് സ്പോട്ടിൽ ഒരു വസ്തു ഉണ്ട് എന്ന് പറഞ്ഞ് അയാളെ അലേർട്ടാക്കുകയാണ് പതിവ്. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രണ്ട് ആൻഡ് ബാക്ക് വിൻഷീൽഡിനെ പറ്റിയാണ്. മഴയുള്ള ദിവസങ്ങളിലാണ് ഇതിനെപ്പറ്റി കൂടുതൽ നമ്മൾ ബോധവാന്മാരാകേണ്ടത്. നമ്മൾ വൈപ്പർ ഉപയോഗിക്കുന്നു, പക്ഷേ ഈ വൈപ്പർ എപ്പോഴും നമ്മളുടെ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രമേ വിൻഷീൽഡിലൂടെ നമുക്ക് പുറത്ത് കാണാൻ നമ്മളെ സഹായിക്കുന്നുള്ളൂ. വൈപ്പറിൻ്റെ ഏരിയ കഴിഞ്ഞുള്ള ഭാഗം മിക്കവാറും വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാവും. ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് നിങ്ങളിപ്പോൾ ചിത്രത്തിൽ കാണുന്ന കൂട്ട് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് മൂലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ അത്ര ഏരിയ ഒരു ബ്ലൈൻഡ് സ്പോട്ടായി മാറുന്നു. അപ്പോൾ ഇതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? നമ്മുടെ കമ്പനിയിൽ, അതായത് കാറിൻ്റെ കമ്പനിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന, ഷോറൂമിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഗ്ലാസ് ക്ലീനേഴ്സ് ഉണ്ട്. എപ്പോഴും തന്നെ മഴ പെയ്യുന്ന സമയത്ത് നിങ്ങൾ വെളിയിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാറിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് വിൻഷീൽഡ് ഈ സൊല്യൂഷൻ ഉപയോഗിച്ച് നല്ലപോലെ വൃത്തിയായിട്ട് കഴുകുക. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് വിൻഷീൽഡിൽ തങ്ങി നിൽക്കുന്നില്ല, അവ ഒഴുകി പോവുകയാണ് പതിവ്. അങ്ങനെ നിങ്ങൾക്കുള്ള ഒരു ബ്ലൈൻഡ് സ്പോട്ട് എന്നുള്ള ആ ഒരു പേടി നിങ്ങൾക്ക് ഇല്ലാണ്ടാക്കാം. അങ്ങനെ കാറിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് വിൻഷീൽഡ് എപ്പോഴും തന്നെ വളരെ ക്ലിയർ ആയിരിക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അങ്ങനെ അപ്പോൾ ആക്സിഡൻറ്റ്സ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. താങ്ക് യു വ്യൂവേഴ്സ്. With again another topic. See you in next video. Thank you. It's me Venkatesh R welcoming you once again to my channel. If you like it, share it, subscribe it. Thank you.